ഡിറ്റക്റ്റീവ് ഫോസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ള പുതിയ പോളിഷ് ക്രൈം ത്രില്ലർ സീരീസ് ആണിത്. ഇന്ന് ഈ സീരീസിനെ കുറിച്ച് ഇത് സതേൺ പോളണ്ടിലെ സ്ലോവാക്കിക്ക് അടുത്തുള്ള ഒരു കൺട്രി സൈഡ് മൗണ്ടൻ സ്മോൾ ടൗണിൽ നടക്കുന്ന ഒരു സീരിയൽ കില്ലിങ്ങിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായ വിക്ടർ ഫോസ്റ്റ് ആണ് കഥയിലെ നായകൻ. ഫോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല കേട്ടോ. വളരെ റൂഡാണ്, സ്വന്തം പാതയിൽ സഞ്ചരിക്കുന്ന ഒരു ഒറ്റയാനാണ് അദ്ദേഹം. അതേസമയം വളരെ ഇന്റലിജന്റ് ആണ്, മിസ്റ്ററികളൊക്കെ സോൾവ് ചെയ്യുന്നതിൽ മിടുക്കനുമാണ്. വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള കുറെ കുട്ടിക്കാല ഓർമ്മകൾ അയാളെ അലട്ടുന്നുമുണ്ട്. എന്താണ് ആ പ്രശ്നങ്ങൾ, ആരാണ് ഈ സീരിയൽ കില്ലർ എന്നിവയുടെ അനാവരണമാണ് ഈ സീരീസിന്റെ പോസിറ്റീവ്സ് പറഞ്ഞാൽ കിടിലൻ ഛായാഗ്രഹണമാണ് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത്. പോളണ്ടിലെ മനോഹരമായിട്ടുള്ള മഞ്ഞു നിറഞ്ഞ മലകളും കാലാവസ്ഥയും ഒക്കെ ബ്രില്യന്റ് ആയിട്ട് ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർക്ക് ഒരു ഗംഭീര കയ്യടി തന്നെ അതിന് കൊടുക്കണം. സീരീസിന് ആകമാനം നൽകിയിട്ടുള്ള ഒരു ബ്ലൂ ഗ്രേ കളർ ടോൺ ഉണ്ട്. അത് ഇതിന്റെ ഒരു മിസ്റ്ററി മൂഡ് എലവേറ്റ് ചെയ്യാൻ വേണ്ടി വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിനയിച്ച എല്ലാ താരങ്ങളുടെയും മികച്ച പ്രകടനവും സീരീസിന്റെ ഒരു പോസിറ്റീവ് തന്നെയാണ്. എസ്പെഷ്യലി ഫോസ്റ്റ് ആയിട്ട് വന്ന ബോറിസ് സൈക്കിങ്ങിന്റെ പ്രകടനം എടുത്തു പറയണം. ഓൾഗ എന്ന കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലെ വില്ലനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ വില്ലനേക്കാൾ എനിക്ക് വെറുപ്പ് തോന്നിയത് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥയോടാണ്. അതെന്താണെന്നുള്ള നിങ്ങൾ സീരീസ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. തുടക്കം നന്നായാൽ എല്ലാം നന്നായി എന്ന് പറയില്ലേ. ആദ്യത്തെ 2-3 എപ്പിസോഡുകളൊക്കെ കിടിലനായിരുന്നു. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള, നമ്മളെ ത്രില്ലിംഗ് ആക്കി നിലനിർത്തുന്ന തുടക്കം. പക്ഷെ ആ ഒരു മതിപ്പ് പിന്നീടുള്ള എപ്പിസോഡുകൾക്ക് നിലനിർത്താനായോ എന്നുള്ളതാണ് സംശയം. എൻഗേജിംഗ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിസ്റ്ററി ഒക്കെ നൽകി നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ആദ്യത്തെ 2-3 എപ്പിസോഡുകൾക്ക് ശേഷം എഴുത്തുകാർക്ക് മടിയായതുപോലെ തോന്നി. നന്നായിട്ട് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് കുളമാക്കുകയും ചെയ്തു. വിക്ടർ ഫോസ്റ്റും 1-2 കഥാപാത്രങ്ങളും അല്ലാതെ മറ്റു പല ക്യാരക്ടേഴ്സും നന്നായിട്ട് എഴുതാത്തതുപോലെ തോന്നി. ഇനി ഡിറ്റക്റ്റീവ് ഫോസ്റ്റ് തന്നെ വളരെ ബുദ്ധിമാനാണെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ യാതൊരു ക്ലൂവും ഇല്ലാതെ നിസ്സഹായനായി നിൽക്കുന്നതും കാണാൻ കഴിയും. സീരീസിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ക്യാരക്ടർ ഡെവലപ്മെന്റ് മോശമാണെന്ന് മാത്രം. ചിലരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇനി എന്തെങ്കിലും കാര്യമായിട്ട് കഥയിൽ സംഭാവന ചെയ്യാനുണ്ട് എന്ന്. പക്ഷെ പെട്ടെന്ന് തന്നെ അവരെ സ്റ്റോറിയിൽ നിന്ന് അപ്രത്യക്ഷരാവുകയും ചെയ്യും. അതുപോലെ ഇതിന്റെ എല്ലാം മോട്ടീവ് എന്താണെന്നുള്ളതൊന്നും അങ്ങോട്ട് വ്യക്തമായില്ല എന്ന് പറയാം. അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ഉത്തരങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും കഥ നന്നായിട്ട് അവസാനിപ്പിച്ചിട്ടില്ല. ഒട്ടും സംതൃപ്തി തരാത്ത അപൂർണമായ ഒരു ക്ലൈമാക്സ് ആണ് സീരീസിനുള്ളത്. നെക്സ്റ്റ് സീസണിലേക്കുള്ള ഒരു ക്ലിഫ് ഹാങ്ങർ പോലെയാണ് അവസാനിപ്പിച്ചതെങ്കിലും അതിന് അത്ര ഇമ്പാക്ട് ഉള്ളതായിട്ട് തോന്നിയില്ല. പൂർണ്ണ തൃപ്തി നൽകിയിട്ട് അടുത്തൊരു സീസണിന് വേണ്ടി കാത്തിരിക്കുന്നതിന് ഒരു സുഖമുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. പലപ്പോഴും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയോ എന്ന് ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിപ്പോവുകയും ചെയ്യും. ഈ മഞ്ഞു മിസ്റ്ററിയും ഒക്കെ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സീരീസ് കുത്തിയിരുന്ന് കണ്ടത്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്, ഗംഭീര ക്യാമറ വർക്കുമാണ്. ലൊക്കേഷൻ ഒരു പ്രത്യേകതയൊക്കെ കൊണ്ടാവും കഥയിൽ ഇങ്ങനെ എപ്പോഴും സീ ലെവലിൽ നിന്നും ഇത്ര ഉയരത്തിലുള്ള സ്ഥലമാണ് ഇതെന്ന് ഓരോ സ്ഥലവും ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മളപ്പോൾ വിചാരിക്കും അതിനെന്തെങ്കിലും കാര്യമായ പ്രസക്തി സീരീസിലുണ്ടെന്ന്. പക്ഷേ ഒരു കോപ്പുമില്ല. ചുരുക്കത്തിൽ വളരെ മനോഹരമായ സിനിമാറ്റോഗ്രാഫിയും എസ്തെറ്റിക് ആയിട്ടുള്ള വിഷ്വലുകളും ഒക്കെയുള്ള വളരെ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന 2-3 എപ്പിസോഡുകൾക്ക് ശേഷം എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ പോലെ അവസാനത്തെ 2-3 എപ്പിസോഡുകൾ അവസാനിപ്പിച്ചതായിട്ടാണ് തോന്നിയത്. മോശമായിട്ടുള്ള ചില ക്യാരക്ടർ ഡെവലപ്മെന്റും കൂടി എല്ലാം കൂടി ചേർന്ന ഒരു സമ്മിശ്ര ഫീലിംഗ് ആണ് നമുക്ക് ഈ സീരീസ് മുഴുവൻ കണ്ടു തീരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. ചിലപ്പോൾ അടുത്ത സീസൺ കിടലനായേക്കാം. കൂടുതൽ ഉത്തരങ്ങൾക്കായിട്ട് നമുക്ക് അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ വെയിറ്റ് വർത്ത് ആണോ എന്നുള്ളതാണ് സംശയം. സോ ആകെ മൊത്തത്തിൽ ത്രില്ലർ പ്രേമികൾക്ക് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത ഒരു സീരീസ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇതിന് 3/5 റേറ്റിംഗ് നൽകും. ഒന്ന് കണ്ടു നോക്കാൻ മാത്രം പറയും. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് സ്ട്രീം ചെയ്യുന്നത്. 40 മുതൽ 42 മിനിറ്റ് വരെയുള്ള 6 എപ്പിസോഡുകളാണ് സീരീസിലുള്ളത്. പോളിഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിലും ഈ സീരീസ് അവൈലബിൾ ആണ്. പിന്നെ സീരീസിൽ അത്യാവശ്യം നല്ലതുപോലെ ന്യൂഡിറ്റി, ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ് സീനുകളൊക്കെ ഉണ്ട്. ചില സെക്സ് സീനുകളൊക്കെ ഒന്നും കഥയിൽ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോയി. എന്തിനാ? ചുമ്മാ ഒരു എന്റർടൈൻമെന്റ്.